നമ്മുടെ സഭയുടെ കാലഘട്ട പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തളിൽ പിതാവേ, എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ മാർ ലോറൻസ് മുക്കുഴി പിതാവേ, പ്രിയപ്പെട്ട സിനഡ് അംഗങ്ങളായ പിതാക്കന്മാരെ, വൈദികരെ, സമർപ്പിതരെ, പ്രിയ സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ദൈവം തൻ്റെ സമർത്ഥമായ കരുണയാൽ എളിയവനും ദാസനുമായ എന്നെ സഭയെയും ദൈവജനത്തെയും ശുശ്രൂഷിക്കുവാനായി സഭയുടെ മേൽപ്പെട്ട ശുശ്രൂഷകരിൽ ഒരാളായി ഉയർത്തിയതിൻ്റെ അമ്പരപ്പിലും ആ സ്ഥാനം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വങ്ങളെ കുറിച്ചുള്ള ചിന്തകളുടെ ഭയത്തോടും കൂടിയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 29-ാം തിരുവചനത്തില് മംഗളവാർത്ത കേട്ട പരിശുദ്ധ അമ്മയുടെ മാനസിക അവസ്ഥയിലാണ് ഈ നിയോഗം ഞാനും അറിഞ്ഞത്. പരിശുദ്ധ സഭയുടെ തീർത്ഥാടനത്തിൽ സമാനതകളില്ലാത്ത പലതരം പ്രതിസന്ധികളിലൂടെയാണല്ലോ നാം എല്ലാവരും കടന്നു പോകുന്നത്. എന്നാൽ ക്രിസ്തു ജയന്തിയുടെ ഈ ജൂബിലി വർഷത്തിൽ ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മൾ പ്രതീക്ഷയുടെ തീർത്ഥാടകരാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്രകാരം എൻ്റെ ആകാംക്ഷകൾക്കും ആകുലതകൾക്കും ഉത്തരം കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ വചനം തന്നെയാണ്: ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ ദൈവിക വാഗ്ദാനത്തിന് അവിടുത്തെ തിരുമുൻപിൽ ഞാൻ ശിരസ് നമിക്കുന്നു. സിറോ മലബാർ സഭയുടെ പിള്ളത്തൊട്ടിലുകളിൽ ഒന്നായ കുറവിലങ്ങാട് സ്ഥാപിതമായ ക്ലരീഷ്യൻ സഭയുടെ ഭാരതത്തിലെ ആദ്യ ഭവനമായ ക്ലാരിറ്റി ഭവനിൽ നിന്നാണ് ഞാൻ എൻ്റെ പൗരോഹിത്യ പരിശീലനം ആരംഭിക്കുന്നത്. പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട സഭാ അംഗമായ എനിക്ക് കുറവലങ്ങാട് മുത്തിയമ്മയുടെ കൃപയുടെ മാധ്യസ്ഥം വഴി കഴിഞ്ഞ 35 വർഷക്കാലത്തെ പൗരോഹിത്യ ശുശ്രൂഷ വേളയിലാണ് ഈ നിയോഗം ദൈവം എന്നെ ഏൽപ്പിക്കുന്നത്. ധന്യമായ ഈ നിമിഷത്തിൽ മേൽപ്പെട്ട ശുശ്രൂഷയ്ക്കായി എന്നെ നിയോഗിച്ച പരിശുദ്ധ പിതാവ് ലയോ മാർപ്പാപ്പായോടും സഭാധികാരികളോടും വിശിഷ്യ നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യമാർ റാഫേൽ തളിൽ പിതാവിനോടും മറ്റ് എല്ലാ സിനഡ് അംഗങ്ങളായ പിതാക്കന്മാരോടും ഞാൻ കൃത്യമായ ഭാഷയിൽ നന്ദി പറയുന്നു. ഞാൻ ഏറെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അഭിമന്യ ലോറൻസ് മുക്കുഴി പിതാവേ, 1999 സ്ഥാപിതമായത് മുതൽ കഴിഞ്ഞ 26 വർഷങ്ങളിലായി വെളുത്തങ്ങടി രൂപതയ്ക്ക് അങ്ങ് നൽകിയ അചഞ്ചലമായ അജപാലന ശുശ്രൂഷയ്ക്കും മാർഗനിർദ്ദേശത്തിനും നേതൃത്വത്തിനും ഞാൻ എൻ്റെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. അങ്ങയെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തോടുള്ള അങ്ങയുടെ സമർപ്പണവും കരുതലും എനിക്ക് എന്നും പ്രചോദനവും ശക്തിയുമാണ്. എൻ്റെ ഈ നിയോഗം ഒരുപക്ഷെ ആദ്യം അറിഞ്ഞത് എനിക്ക് ജന്മം നൽകിയ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാപിതാക്കളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം എൻ്റെ ഗുരുഭൂതരും. അവരെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലെ നാൾ വഴികളിൽ എനിക്ക് സ്നേഹവും കരുതലും നൽകി താങ്ങായി നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അതിന് ഞാൻ എന്നും ആഴത്തിൽ കടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ 47 വർഷങ്ങളായി എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ പ്രിയപ്പെട്ട ക്ലരീഷ്യൻ സന്യാസ സഭയോടും അധികാരികളോടും സഹോദരന്മാരോടുമാണ്. പ്രത്യേകിച്ച് ക്ലരീഷ്യൻ സഭയുടെ സെയിൻറ്റ് തോമസ് സിറോ മലബാർ പ്രൊവിൻസിലെ അംഗമായ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സഭയുടെ ജർമ്മൻ പ്രൊവിൻസിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്.
വളരെ പ്രത്യേകിച്ച് സഭയുടെ സുപ്പീരിയർ ജനറൽ ബഹുമാനപ്പെട്ട മാത്യു വട്ടമറ്റം അച്ഛനെയും ജർമ്മൻ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട കലിസ്റ്റസ് യോസഫ് അച്ഛനെയും സെൻറ് തോമസ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട സിരി ഞാവള്ളിക്കുഞ്ഞൻ അച്ഛനെയും ഏറെ നന്ദിയോടെ ഞാൻ ഓർമ്മിക്കുന്നു. കലിസ്റ്റസ് അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒത്തിരി പണികളുള്ള ദിവസങ്ങളിൽ പോലും എനിക്ക് വേണ്ടി ഈ സംഭവത്തിൽ നേരിട്ട് കാണുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന കലിസ്റ്റസ് അച്ഛന് ഒത്തിരി നന്ദി പറയുന്നു. Vielen Dank, lieber Mitbruder, la Kalistus, dass du bei mir in dieser Situation ist. Vielen herzlichen Dank. വെൽത്തങ്ങടി രൂപതയുടെ വൈദികരെയും സമർപ്പിതരെയും ദൈവജനത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് രൂപതയുടെ ജനറൽ അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് വലിയപറമ്പിൽ, രൂപതയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട ലോറൻസ് പൂണോളി അച്ഛനും ഇവിടെ സന്നിഹിതരാണ്. അവരെയും എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ജർമ്മനിയിലെ വ്യൂർസ്ബുർഗിൽ സെൽ ആം മൈൻ, കിസ്റ്റ്, സെല്ലിങ്ങൻ, വ്യൂർസ്ബുർഗ് എന്നീ 4 മാസ് സെന്ററുകളിലായി സജീവമായ സിറോ മലബാർ സഭയുടെ സമൂഹങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനും എനിക്ക് ആവശ്യമായ പ്രോത്സാഹനവും സഹായവും നൽകിയ അഭിമന്യ സ്റ്റീഫൻ ചിറപ്പണത്ത് പിതാവിനോട് ഉള്ള കടപ്പാട് ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഇത് നമ്മുടെ സഭയുടെ തനതായ പൈതൃകം വിശ്വാസത്തോടെ വിശ്വസ്തയോടെ കാത്തുപരിപാലിക്കുവാൻ എനിക്ക് ഒരവസരം തന്നു. പ്രിയമുള്ളവരെ, സന്ത്യാഗോ ക്യൂബായുടെ മെത്രാപ്പോലിത്തായും പരീഷ്യൻ സഭയുടെ സ്ഥാപക പിതാവുമായ വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ് മേൽപ്പെട്ട ശുശ്രൂഷയുടെ നിർവഹണത്തിനായി നിയമിതനായപ്പോൾ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തെയും ദൈവജനത്തെയും തീവ്രമായി സ്നേഹിക്കാനും സേവിക്കാനുമുള്ള ഒരു ആഹ്വാനമായിട്ടാണ് തന്റെ നിയോഗത്തെ അദ്ദേഹം കണ്ടത്. അതിനാൽ തന്നെ യോഹന്നാൻ 10:10 നാം വായിക്കുന്നത് പോലെ അവർക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ് ദൈവം എന്നെ വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ മാതൃരൂപതയായ വെൽത്തങ്ങാടിയിലെ എല്ലാ വൈദികരെയും സമർപ്പിതരെയും ദൈവജനത്തെയും ശുശ്രൂഷിക്കാനായി ദൈവത്തിൻ്റെ ഹൃദയത്തിന് അനുരൂപനായ ഒരു അജപാലകനായി ശുശ്രൂഷ ചെയ്യുവാനും ഈ മേൽപ്പട്ടം ശുശ്രൂഷ ഏറ്റവും എളിമയോടും വിശ്വസ്തയോടും കൂടി നിർവഹിക്കുവാനുമുള്ള കൃപ ലഭിക്കുവാനായി നിങ്ങൾ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് 2 കൈയും നീട്ടി എന്നെ അനുഗ്രഹിച്ച് എനിക്കായി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.